ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്തനം. ഭാഗം 1835. ഇന്ന് ജനുവരി മാസം 8-ാം തീയതി. സുറിയാനി സഭയെ സംബന്ധിച്ച് ഇന്ന് സ്തേഫാനോസ് ശമ്മാശന്റെ സ്തേഫാനോസ് സഹദായുടെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പെരുന്നാളാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം, വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായവും 7-ാം അധ്യായവും 8-ാം അധ്യായവും ഒക്കെ ഒന്ന് നോക്കേണ്ടതാണ്. ശുശ്രൂഷയ്ക്കായിട്ട് ശിഷ്യന്മാര് 7 പേരെ തിരഞ്ഞെടുത്തതിൽ ഒരാളാണ് സ്തേഫാനോസ്. സ്തേഫാനോസിനെ കുറിച്ച് വളരെ കാര്യമായിട്ട് തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിനിടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ചെന്നാണ് പറയുക. ന്യായാധിപ സംഘത്തിലിരുന്നവർ സ്തേഫാനോസിനെ ഉറ്റുനോക്കുമ്പോൾ അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടുവെന്നും 6-ാം അധ്യായം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വളരെ ദീർഘമായൊരു പ്രസംഗമുണ്ട് സ്തേഫാനോസിന്റെ 7-ാം അധ്യായത്തിൽ. അതുമൊന്ന് വായിക്കേണ്ടതാണ്. നമ്മുടെ കർത്താവിന് വേണ്ടി കൊല്ലപ്പെടുകയാണ്. പ്രത്യേകിച്ച് ശിഷ്യരുടെ സംഘത്തിലെ പ്രഥമ രക്തസാക്ഷിയാണ്. കൊല്ലപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ സ്തേഫാനോസ് സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. ചുറ്റിനും ശത്രുക്കൾ കൂട്ടം കൂടി കല്ലെറിയുകയും കൊല്ലുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഒരുവൻ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയുകയാണ്. എന്നിട്ടോ ദൈവത്തെയും ദൈവത്തിന്റെ മഹത്വത്തെയും ദൈവസന്നദ്ധിയിൽ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് നമുക്ക് കാണുകയാണ്. ഒരാളുടെ ഏറ്റവും വലിയ സഹനങ്ങളിലും ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മർദ്ദങ്ങളിലും അയാളുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ അതാവും അയാളെ സഹായിക്കാൻ പോവുക. ഉള്ളിൽ ഇങ്ങനെ ഒരു യേശു സാന്നിധ്യബോധം നിലനിർത്താനായിട്ട് ഏതൊരാൾക്ക് കഴിയുന്നു അയാൾക്ക് പുറമേയുള്ള സംഘർഷങ്ങളെയും അനുഭവിക്കേണ്ടി വരുന്ന സകല സങ്കട സഹനങ്ങളെയും മറികടക്കാനായിട്ടൊരു ശക്തി ഉണ്ടാവും. അതുകൊണ്ടാണ് കർത്താവായ യേശു എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചത്. മരണനേരത്തൊരു മനുഷ്യന് ചെയ്യാൻ ഒട്ടും പറ്റാത്ത ഏറ്റവും വലിയൊരു സമർപ്പണ പ്രാർത്ഥന കൂടിയാണ്. മാത്രമല്ല അവൻ നിലത്ത് മുട്ടുകുത്തി കർത്താവെ അവർക്ക് ഈ പാപം നിലനിർത്തരുതേ എന്ന് നമ്മുടെ കർത്താവ് എപ്രകാരം ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചോ അപ്രകാരം പ്രാർത്ഥിക്കുക. സ്തേഫാനോസ് സഹദ രക്തസാക്ഷിയായ സ്തേഫാനോസ് പതിയെ ക്രിസ്തുവായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ അധ്യായത്തിലൂടെ. ഞാനും നിങ്ങളുമൊക്കെ കുറെ കൂടി ഒരു ക്രിസ്തു ബോധത്തെ ഉള്ളിൽ സജീവമായി പ്രകാശമായി ഒരു അനുഭവമായി നിലനിർത്തണം. അതുകൊണ്ട് തന്നെ പുറമേയുള്ള സങ്കടങ്ങളും സഹനങ്ങളും സമ്മർദ്ദങ്ങളെയും അതിജീവിപ്പാനായിട്ട് ഈ സ്തേഫാനോസ് സഹദായും നമ്മളെ സഹായിക്കാനായിട്ട് ബലപ്പെടുത്താനായിട്ട് ഒപ്പം ഉണ്ടാവും. പ്രാർത്ഥനയോടുകൂടി ആമേൻ.